പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ അന്വേഷണത്തിന് 4-അംഗ സമിതി. ആരോഗ്യ സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമേലിന്റെ നേതൃത്വത്തിലാണ് സമിതി. തിരുവനന്തപുരത്തെത്തി VC അമ്മുവിന്റെ കുടുംബാംഗങ്ങളെ കണ്ടു. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന കുടുംബം ആവർത്തിച്ചു. വ്യക്തികൾക്കോ സ്ഥാപനത്തിനോ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് VC ഉറപ്പു നൽകി. എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ ഒരു സൂയിസൈഡ് ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്യത്തില്ല. കാരണം അവൾക്ക് ഇതിൻ്റെ മുകളിൽ പോലും കയറാൻ ഞാനും കൂടി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരും കൂടി ഇല്ലെങ്കിൽ കയറത്തില്ല. കഴിഞ്ഞ മാസം ആദ്യം തൊട്ട് തന്നെ പ്രിൻസിപ്പളിൻ്റെ അടുക്ക നേരിട്ട് വിളിച്ച് പറയുന്നതാണ്. അന്നേരം അത് പുള്ളി പകുതി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുള്ളി കട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇത് മൊത്തം കേൾക്കാനുള്ള ഒരു സാവകാശം പുള്ളിക്കില്ല. ഇത് അപായപ്പെടുത്തിയത് തന്നെയാണെന്നേ, അല്ലാതെ അവൾ സ്വന്തമായിട്ട് ചാടുകയല്ല. അതിൻ്റെ പുറയിൽ ഈ 3 കുട്ടികളെ ആ വാഷ്റൂമിൻ്റെ സൈഡിൽ വെച്ച് ഇവളെ ഉപദ്രവിച്ചു ഇവരെ. അതിലൊക്കെ അവൾ വളരെ പേടിയായിരുന്നു അവൾക്ക്. നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടു കൊടുക്കാൻ. കാര്യം ഇനിയൊരു കുട്ടി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരരുത്. ഞാനിവിടെ വന്നത് അമ്മു സജീവിൻ്റെ മാതാപിതാക്കളെ കാണാൻ വേണ്ടിയിട്ടാണ്. അവസാന വർഷം പഠിക്കുന്ന കുറച്ച് നാളുകൾക്ക് ശേഷം നേഴ്സായി ജോലി ചെയ്യേണ്ട കുട്ടി ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അത് എന്തുകൊണ്ടാണ് എന്ന് അറിഞ്ഞേ പറ്റൂ. എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ അറിയണം. ഇതിനാരെങ്കിലും ഉത്തരവാദി ആണെങ്കിൽ, വ്യക്തികളോ സ്ഥാപനങ്ങളോ ഉത്തരവാദികളാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പരമാവധി കർശന നടപടി എടുക്കുമെന്ന് ഞാൻ പറയുകയാണ്. പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണത്തിൽ പ്രതിഷേധ മാർച്ചുമായി SFI. അമ്മുവിന്റെ മരണത്തിൽ ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ മാർച്ചുണ്ടായത്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, ഇപ്പോൾ SFIയുടെ മാർച്ച്, ഇപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. എപ്പോഴായിരുന്നു ഈ പ്രതിഷേധം? സ്മൃതി, പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലേക്ക് SFI പ്രവർത്തകരാണ് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു വീണ് മരിച്ച സംഭവത്തിൽ കോളേജിന് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് SFI പ്രവർത്തകർ ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പോലീസ് ഈ പ്രവർത്തകരെ തടഞ്ഞു. അതിനുശേഷം ഏതാനും SFI പ്രവർത്തകർ കോളേജ് ക്യാമ്പസിനുള്ളിലേക്ക് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഓടിക്കയറി. പോലീസ് പിന്തുടർന്ന് ഇവരെ പിടികൂടി. അതിനുശേഷം ഈ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ABVPയും ഈ ഒരു സമരവുമായി ക്യാമ്പസിലേക്ക് എത്തിയിരുന്നു. അന്നും പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇന്നിപ്പോൾ SFI പ്രവർത്തകരും ഈ സമരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രധാനമായും അമ്മുവിൻ്റെ മാതാപിതാക്കൾ തങ്ങളുടെ മകളുടെ മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് ആരോപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട പോലീസാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ കേസന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലേക്ക് എത്തി അവിടുത്തെ പ്രിൻസിപ്പാൾ, ഒപ്പം തന്നെ ക്ലാസ് ടീച്ചർ എന്നിവരുടെ വിശദമായിട്ടുള്ള മൊഴി പത്തനംതിട്ട പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമ്മുവിന് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രിൻസിപ്പളും അതുപോലെ തന്നെ ക്ലാസ് ടീച്ചറും പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് പോയിട്ടുണ്ട്. പ്രധാനമായും ഈ ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും അമ്മു വീണ് മരിച്ച ആ ഒരു സമയം, അതിനുശേഷം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ച സമയം, പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ സാഹചര്യം, ഈ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഉച്ചതിരിഞ്ഞ് 4:30നും 4:45നും ഇടയിലാണ് അമ്മു ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും വീണത് എന്നാണ് ക്ലാസ് ടീച്ചർ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് മറ്റ് സഹപാഠികൾ തന്നെ വിളിച്ചറിയിച്ചതെന്നാണ് ക്ലാസ് ടീച്ചർ പറയുന്നത്. അതിനുശേഷം 5:45 കൂടിയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് അമ്മുവിനെ എത്തിച്ചതെന്ന് ആ സമയം കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന സരിൻ എന്ന ആളും ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. 5:45 കൂടി പത്തനംതിട്ട ജനറൽ ആശുപത്രി കാഷ്വാലിറ്റിയിൽ എത്തിച്ച അമ്മുവിനെ പിന്നീട് 7:40 കൂടിയാണ് ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതെന്നും സരിൻ പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ എന്തുകൊണ്ട് ഈ അപകടം പറ്റിയ ശേഷം ഇത്രയും സമയം വൈകി മറ്റൊരു വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഈ സരിൻ എന്ന ആൾ തന്നെ, കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന ആൾ തന്നെ, അവിടെ ഉണ്ടായിരുന്ന അമ്മുവിനെ ആശുപത്രിയിൽ എത്തിച്ച ആളുകളോട് ചോദിക്കുന്നുണ്ടായിരുന്നു മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് ഈ കുട്ടിയെ മാറ്റിക്കൂടെ. അപ്പോൾ അവർ മറുപടി പറഞ്ഞതായി സരിൻ പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ വരുന്നത് വരെ തങ്ങൾ കാത്തു നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ശരി, കുടുംബം ഇക്കാര്യത്തിൽ പരാതിപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ സർവകലാശാല തന്നെ ഒരു അന്വേഷണം നേരിട്ട് നടത്തുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലെത്തിയ വാർത്ത. നേരത്തെ SFI നടത്തിയ പ്രതിഷേധ ദൃശ്യങ്ങളാണ് കണ്ടത്.